നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. കണ്ണൂർ പയ്യന്നൂരിൽ BLO അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് BLOമാർ സംസ്ഥാന വ്യാപകമായി ഇന്ന് ജോലി ബഹിഷ്കരിക്കും. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. കൂടാതെ എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തും. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷിനെ ഇന്നലെ രാവിലെ 11 മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുന്നരു UP സ്കൂളിലെ പ്യൂൺ ആണ് അനീഷ്. ജോലി സമ്മർദ്ദമാണ് അനീഷ് ജോർജിൻ്റെ മരണത്തിന് പിന്നിലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. SIR ചുമതല കൂടി വന്നതോടെ അധിക ജോലിഭാരം മൂലം സർക്കാർ ജീവനക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO ജീവനൊടുക്കിയത് ജോലി സംബന്ധമായ കടുത്ത മാനസിക സമ്മർദ്ദം മൂലമാണെന്നും എന്നാൽ ഈ വിഷയത്തിൽ മറ്റാർക്കും യാതൊരു ബാധ്യതയുമില്ലെന്നും യുവാവിൻ്റെ പിതാവ് കുറച്ച് ദിവസങ്ങളായി SIRമായി ബന്ധപ്പെട്ട മകൻ ടെൻഷനിലായിരുന്നുവെന്നും ഈ ടെൻഷൻ എത്രത്തോളം എത്തുമെന്ന് തങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO അനീഷ് ജോർജ് ആത്മഹത്യാ സംഭവം ദൗർഭാഗ്യകരമാണെന്ന് CPM മുതിർന്ന നേതാവ് MV ജയരാജൻ, അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കേരളത്തിൽ SIR നടപ്പിലാക്കാൻ സമയം വേണമെന്നും BJP ഉൾപ്പെടെ പറഞ്ഞിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത് ഏകപക്ഷീയമായ നടപടിയാണെന്നും ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണെന്നും MV ജയരാജൻ പറഞ്ഞു. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ധൃതി പിടിച്ചുള്ള SIR നടപ്പാക്കലിൻ്റെ ഇരയാണ് മരിച്ച ബൂത്ത് ലെവൽ ഓഫീസ് അനീഷെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കാരണമുണ്ടായ രക്തസാക്ഷിയാണ് അനീഷെന്നും സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ ഗൗരവമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ VD സതീശൻ BLOമാർ നേരിടുന്നത് അമിതമായ ജോലി ഭാരമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും കൃത്യമായി അന്വേഷിച്ച് മറുപടി പറയണമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് സർവീസ് അംഗങ്ങളുടെ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ. SIR നടപടികൾ നീട്ടിവെക്കുന്ന വിഷയം ചീഫ് ഇലക്ടറൽ ഓഫീസ് തലത്തിൽ പരിഗണിക്കാൻ കഴിയുന്ന വിഷയമല്ലെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടെന്നും അറിയിച്ചു. കണ്ണൂരിലെ BLO അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയിൽ വിശദീകരണമായി ജില്ലാ കളക്ടർ അനീഷ് ജോർജിന് തൊഴിൽ സമ്മർദ്ദം ഇല്ലായിരുന്നുവെന്നും ആകെ വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന 50 ഫോമുകൾ മാത്രമായിരുന്നുവെന്നും കളക്ടർ അറിയിച്ചു. അനീഷ് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റി വരുന്ന ആളാണെന്നും സഹായം വേണ്ടതുണ്ടോ എന്നറിയാൻ ഉദ്യോഗസ്ഥൻ വിളിച്ചപ്പോൾ എല്ലാം ആവശ്യമില്ലായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മറുപടിയെന്നും കളക്ടർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പോലീസിൻ്റെയും വകുപ്പുതല അന്വേഷണത്തിലും ആത്മഹത്യയിൽ തൊഴിൽ സമ്മർദ്ദം ഇല്ലെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ ജോലിഭാരമെന്ന വിവരം ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും BLOമാർക്ക് 30 ദിവസം മറ്റു ജോലികളും നൽകിയിട്ടില്ല എന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ കേൽക്കർ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സീറ്റ് നിഷേധിച്ചതിൽ മനംതൊന്ത് ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് K തമ്പി BJP പ്രവർത്തകൻ അല്ലെന്ന് നേതൃത്വം. BJPയുടെ സ്ഥാനത്ത് പട്ടികയിലും ഉണ്ടായിട്ടില്ലെന്നും ഒരു കാലത്തും പ്രവർത്തനമായിരുന്നിട്ടില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് A സുരേഷ് പറഞ്ഞു. ആനന്ദ് K തമ്പിയുടെ ശിവസേന ബന്ധം ഉന്നയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആനന്ദ് ശിവസേനയിലേക്ക് പോയെന്നാണ് താൻ അറിഞ്ഞതെന്നും മണ്ഡലം കമ്മിറ്റി നിർണയിച്ച ലിസ്റ്റിൽ ആനന്ദിൻ്റെ പേര് ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്തെ RSS പ്രവർത്തകൻ ആനന്ദ് B തമ്പിയുടെ ആത്മഹത്യ വ്യക്തിപരമായ മാനസികഭ്രാന്തിയെ തുടർന്നാണെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. തിരുവനന്തപുരത്തെ BJP പ്രവർത്തകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആത്മഹത്യയിൽ അന്വേഷണം നടക്കണമെന്നും സംഭവത്തിൽ എല്ലാവർക്കും ദുഃഖമാണെന്നും ശശി തരൂർ പറഞ്ഞു. ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് B തമ്പിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തി മന്ത്രി V ശിവൻകുട്ടി. ഇന്നലെ രാവിലെ വീട്ടിലെത്തിയ മന്ത്രി ആനന്ദിൻ്റെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കണ്ട് സംസാരിച്ചു. തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ മനംതൊന്ത് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് K തമ്പി സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചെന്നാരോപിച്ച് BJPയുടെ വനിതാ പ്രാദേശിക നേതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാടാണ് സംഭവം. നെടുമങ്ങാട് നഗരസഭ പനക്കോട്ട വാർഡിൽ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെന്നാണ് പരാതി. BJPയിൽ കൂട്ട ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതര പരാതി ഉന്നയിച്ച് സിറ്റിംഗ് കൗൺസിലടക്കം 2 പേർ ആത്മഹത്യയോടെ തിരുവനന്തപുരത്തെ BJP കടുത്ത പ്രതിരോധത്തിൽ. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിയിൽ ഹൈക്കോടതിയിൽ സമീപിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടറ വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷാണ് കോടതിയെ സമീപിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ ദൃശ്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ജീവനക്കാരന് സസ്പെൻഷൻ. മാന്താമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK മുഹമ്മദ് ഷമീനെയാണ് സസ്പെൻഡ് ചെയ്തത്. KC വേണുഗോപാലിൻ്റെ ജനസമ്മതിയെ CPM ഭയപ്പെടുന്നതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തെ രാഷ്ട്രീയ മാന്യതയില്ലാതെ അപഹസിച്ചതെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു.
ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കെ.സി. വേണുഗോപാലിന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് AC സെക്രട്ടറി TN പ്രതാപൻ പറഞ്ഞു. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ പ്രതികരിച്ച് മന്ത്രി V. ശിവൻകുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ 8ാം ക്ലാസ്സിൽ ഇരുത്താനാകില്ല എന്നും മികച്ച സ്ഥാനങ്ങളിൽ ഇനിയും ആര്യയെ കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. കണ്ടൂർ മഹേഷ് മോഹനന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂരിയാണ് നട തുറന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 3 വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമാകുക. ഡിസംബർ 26 അങ്കി ചാർത്താനുള്ള ദീപാരാധന. മണ്ഡലപൂജ 27 27 രാത്രി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാലം പൂർത്തിയാകും. തുടർന്ന് ഡിസംബർ 30 വൈകിട്ടാണ് മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കും. ജനുവരി 14 മകരവിളക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘമെത്തി. SP ശശിധരൻ സംഘവും ശ്രീകോവിലെ ദ്വാരകപാലക പാളി, കട്ടളപ്പാളി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും. പോറ്റി പണി ചെയ്ത് കൊണ്ടുവന്ന എല്ലാ സ്വർണ്ണപ്പാളികളുടെയും ചെമ്പുപാളികളുടെയും സാമ്പിൾ ശേഖരിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് കേസുകളും വിവാദങ്ങളും ആശങ്കയോ ഭയമോ തോന്നിയിട്ടില്ല. ഇന്നലെ സ്ഥാനം ഒഴിഞ്ഞ ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. കൽപ്പാത്തി അഗ്രഹാരത്തെ ഭക്തിസാന്ദ്രമാക്കി ദേവരഥ സംഗമം കാണാൻ ആയിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തിയത്. ത്രിസന്ധിയിൽ വിശാലക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ തേരുമുട്ടിയിൽ 5 ദേവരഥങ്ങളുടെ സംഗമമാണ് നടന്നത്. വിശ്വനാഥൻ്റെ തേരിനൊപ്പം മുരുകനും ഗണപതിയും പഴ കൽപ്പാത്തി ലക്ഷ്മിനാരായണൻ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും ഇടം പിടിച്ചു. വർക്കല ട്രെയിനിൽ നിന്ന് പാലോട് സ്വദേശി ശ്രീകുട്ടിയെ തള്ളിയിട്ട കേസിൽ അറസ്റ്റിലായ സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയ വ്യക്തിയെ കണ്ടെത്തിയ കേസിലെ പ്രധാന സാക്ഷിയും ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ പ്രതിയിൽ നിന്ന് രക്ഷിച്ച ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെയാണ് പോലീസ് കണ്ടെത്തിയത്. അർച്ചനയെ രക്ഷിച്ച ശേഷം പ്രതിയെയും കീഴടക്കി. ഇയാൾ പിന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആരും കണ്ടിട്ടില്ല. തുടർന്ന് പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളെ തിരഞ്ഞുകൊണ്ട് പോലീസ് പരസ്യം ചേരുന്ന പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെ കണ്ടെത്തിയത്. മലപ്പുറം ചങ്കുത്തറയിൽ ഹണി ട്രാപ്പ് ഭീഷണിയിൽ യുവാവ് ആത്മഹത്യ സംഭവത്തിൽ യുവതിയും ഭർത്താവും അടക്കം 4 പേർ പോലീസ് പിടിയിലായി. ദില്ലിയിൽ ബിസിനസ്സുകാരനായ രതീഷ് ജൂൺ 11 പള്ളിക്കുത്തിലെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. കേസിൽ അയൽവാസികളായ സിന്ധു, ഭർത്താവ് ശ്രീരാജ്, സുഹൃത്ത് മഹേഷ്, സിന്ധുവിൻ്റെ ബന്ധു പ്രവീൺ എന്നിവരെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.